രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലെയും ഹിന്ദി ചലച്ചിത്ര സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടം. ബോംബെയിലെ സംഗീത വ്യവസായത്തിൻ്റെ കേന്ദ്രമായ ലാമിംഗ്ടൺ റോഡിലെ തിരക്കേറിയ നഗരം. അവിടെ 1975 അക്കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിക് കമ്പനികളായ HMV, മ്യൂസിക് ഇന്ത്യ, CBS എന്നിവർക്ക് വേണ്ടിയുള്ള ലോങ് പ്ലേയിങ് ഫോണോഗ്രാഫ് റെക്കോർഡുകൾ വ്യാപാരം ചെയ്തിരുന്ന രണ്ട് സഹോദരങ്ങൾ. തൗറാണി ബ്രദേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന കുമാർ തൗറാണി, രമേശ് തൗറാണി എന്നിവരായിരുന്നു ആ സഹോദരങ്ങൾ. 1977 ആയപ്പോഴേക്കും പശ്ചിമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡീലേഴ്സായി വളർന്നവർ വിഭാവനം ചെയ്ത സുവർണ സ്വപ്നമായിരുന്നു ടിപ്സ്. ടൈം പ്രൊമോഷൻ സർവീസ് എന്നതിൻ്റെ ചുരുക്ക പേരാണ് ടിപ്സ്. ഇന്ന് മ്യൂസിക് ആൻഡ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമനായി വളർന്ന കമ്പനിയെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സോർട്ട് ആൻഡ് സോർട്ട്. 1977 LP ബിസിനസ്സിൽ വിജയം കണ്ട തൗറാണി ബ്രദേഴ്സ് ടിപ്സ് കാസറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് കമ്പനി സ്ഥാപിക്കുന്നത് 1988 ഓഡിയോ വീഡിയോ കാസറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിലാണ് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇതിനായി 1990 മഹാരാഷ്ട്രയിലെ പാൽഗറിൽ ആദ്യത്തെ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചു. 1992 RK ഇലക്ട്രോണിക്സ് ടിപ്സുമായി ലയിപ്പിച്ചു. ഈ സംയുക്ത സംരംഭത്തിന് ടിപ്സ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. പിന്നീട് 1997 പ്രീ റെക്കോർഡഡ് ഓഡിയോ കാസറ്റ് നിർമ്മിക്കുന്നതിനുള്ള സ്ഥാപനം സിൽവാസയിൽ സ്ഥാപിച്ചു. ഇന്നത്തെ കാര്യം നോക്കാം. ഇന്ന് 3500-ലധികം ടൈറ്റിലുകൾ സ്വന്തമായുള്ള കമ്പനി 1981 മുതൽക്ക് ഇന്ത്യയിലെ മറ്റേതൊരു റെക്കോർഡ് ലേബലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾഡ്, പ്ലാറ്റിനം ഡിസ്കുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കുറഞ്ഞത് 50 ഹിന്ദി സിനിമകളുടെ സൗണ്ട് ട്രാക്ക് കോപ്പിറൈറ്റും ടിപ്സിനുണ്ട്. അതുപോലെ ടിപ്സിന് സ്വന്തമായി ഒരു വിതരണ സംവിധാനമുണ്ട്. ടിപ്സ് ഉൽപ്പന്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിലവിലുണ്ട്. ഇന്ത്യൻ സംഗീത വ്യവസായത്തിൽ അപൂർവമായുള്ള കാര്യമാണിത്. കാരണം മിക്ക വിതരണക്കാരും ഒന്നിലധികം റെക്കോർഡ് ലേബലുകളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. അന്താരാഷ്ട്ര സാന്നിധ്യം നോക്കുകയാണെങ്കിൽ ടിപ്സിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദുബായ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ ഓഫീസുകളുണ്ട്. അവിടെ അവർ ലൈസൻസുകൾ വഴി പ്രവർത്തിക്കുന്നു. ദക്ഷിണാഫ്രിക്ക, ഇസ്രായേൽ, മലേഷ്യ എന്നിവിടങ്ങളിലും അവർ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ചലച്ചിത്ര നിർമ്മാണ മേഖലയിലേക്കും കടന്നുവന്ന കമ്പനി കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അവരുടെ ബാനറിൽ ഫുട്പാത്ത്, ഇഷ്ക് വിഷ്ക്, ഫിദ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സംഗീത വ്യവസായത്തിന്റെ മുഖച്ഛായ മാറ്റിയതിനു ശേഷം ഈ കോർപ്പറേറ്റ് പ്രതിഭ ഇപ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന്റെ സർഗാത്മക ലോകത്തേക്കും പ്രവേശിച്ചിരിക്കുന്നു. ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രി ഇന്ന് 90% യൂട്യൂബ്, സ്പോട്ടിഫൈ, ജിയോ സാവ, ആപ്പിൾ മ്യൂസിക് പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയതായി കാണാം. മറ്റൊരു രസകരമായ കാര്യം, ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഉപയോഗിക്കുന്ന 185 മില്യൺ ഇന്ത്യക്കാരിൽ വെറും 7.5 മില്യൺ ഉപഭോക്താക്കൾ മാത്രമാണ് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഈ മേഖലയിൽ നിലനിൽക്കുന്ന ആഡ് റവന്യൂവിന്റെ സാധ്യതകളെയാണ് കാണിക്കുന്നത്. ടിപ്സ് മ്യൂസിക് വ്യത്യസ്തമാകുന്നത് ഇവിടെയാണ്. ഇന്ത്യൻ സ്ട്രീമിംഗ് വിപ്ലവത്തിൽ നിത്യഹരിത ഗാനങ്ങൾ നൽകിക്കൊണ്ട് അതിൽ നിന്നും വരുമാനം നേടുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. നിലവിലുള്ള ഹിറ്റുകളുടെ റോയൽറ്റി കമ്പനിക്ക് ഉയർന്ന മാർജിൻ നൽകുന്നു. 2024 സെപ്റ്റംബറിലാണ് ടിപ്സ് ഇൻഡസ്ട്രീസ് ടിപ്സ് മ്യൂസിക് എന്ന പേരിലേക്ക് മാറ്റുന്നത്. കമ്പനിയുടെ ചരിത്രത്തെ പറ്റി ഒരു ഏകദേശ ധാരണ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് കമ്പനി എവിടെ എത്തി നിൽക്കുന്നു എന്നറിയേണ്ടതുണ്ട്. ഒരു ബിസിനസ് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കിയാൽ മതിയാകും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കമ്പനിയുടെ പ്രകടനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലാഭത്തിലും വരുമാനത്തിലും മികച്ച മുന്നേറ്റമാണ് പോയ വർഷമുണ്ടായത്. പൈറസി, ലോയൽറ്റി പോലുള്ള പലവിധ പ്രതിസന്ധികൾ തുടരുമ്പോഴും എങ്ങനെയാണ് കമ്പനി അതിനെ തരണം ചെയ്തത് എന്നതും അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിയുടെ വരുമാനത്തിൽ 29% ഇയർ-ഓൺ-ഇയർ വളർച്ചയാണ് ഉണ്ടായത്. നികുതിക്ക് ശേഷമുള്ള ലാഭം 30% വളർച്ചയും കൈവരിച്ചു. മ്യൂസിക് റവന്യൂ 28% വർദ്ധിച്ചത്. ഇനി ഷെയർ ഹോൾഡേഴ്സിന് മികച്ച റിട്ടേൺ നൽകാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 136 കോടി രൂപയുടെ ഡിവിഡൻഡായും ബൈബാക്കായും നൽകാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 3 തവണയായി ഇടക്കാല ലാഭവിഹിതം നൽകിയിട്ടുണ്ട്. കൂടാതെ 37 കോടി രൂപയുടെ ഓഹരികളാണ് കമ്പനി തിരിച്ചു വാങ്ങിയത്. 271 കോടി രൂപയുടെ ക്യാഷ് ഈക്വലന്റ് ആണ് പോയ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കറന്റ് റേഷ്യോ 2.75 ആണ് തുടരുന്നത്. ഇത് ശക്തമായ ഷോർട്ട് ടേം ലിക്വിഡിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. 0.02 ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അതിനർത്ഥം കുറഞ്ഞ ഡെപ്റ്റ് റേഷ്യോ ആണ് കമ്പനിക്കുള്ളത് എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായ്പയിൽ കൂടുതൽ ആശ്രയിക്കുന്നില്ല എന്നാണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 53% തുടരുന്നു. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 104% രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനിയുടെ ലാഭക്ഷമതയും ക്യാപിറ്റൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള കാര്യക്ഷമതയുമാണ് ഈ പാരാമീറ്റേഴ്സ് വ്യക്തമാക്കുന്നത്.
ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ കടത്തെ ആശ്രയിക്കാതെ ബിസിനസ് നടത്തി കൊണ്ടുപോകാനും ലഭിക്കുന്ന ക്യാഷ് ഫ്ലോയിൽ നിന്ന് മറ്റു നിക്ഷേപങ്ങൾക്ക് വിനിയോഗിക്കാനും പാകത്തിൽ കമ്പനി എഫിഷ്യന്റ് ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും തിരിച്ചടി നേരിടേണ്ടി വന്നാലും അതിനെ മറികടക്കാൻ പാകത്തിൽ കമ്പനി ശക്തമാണ്. ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. കമ്പനിക്ക് വളരെ വിശാലമായ കണ്ടന്റ് ലൈബ്രറി സ്വന്തമാണ്. മ്യൂസിക് കാറ്റലോഗിൽ 34,000-ലധികം പാട്ടുകൾ ഉൾപ്പെടുന്നുണ്ട്. 25-ലധികം ഭാഷകളിലാണ് ഈ പാട്ടുകൾ ഉള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 443 പുതിയ പാട്ടുകളാണ് റിലീസ് ചെയ്തത്. ഡിജിറ്റൽ പ്രസൻസ് നോക്കിയാൽ യൂട്യൂബ്, സ്പോട്ടിഫൈ, ജിയോ 7, ആപ്പിൾ മ്യൂസിക്, ആമസോൺ പ്രൈം മുതലായ എല്ലാ ന്യൂജൻ പ്ലാറ്റ്ഫോമിലും കമ്പനി സാന്നിധ്യമുണ്ട്. 117 മില്യൺ സബ്സ്ക്രൈബർ ബേസ് ആണ് ടിപ്സിന് ഉള്ളത്. 228 ബില്യൺ വ്യൂസും ലഭിച്ചിട്ടുമുണ്ട്. ഇതോടെ യൂട്യൂബിൽ ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടോപ്പ് 5 കമ്പനികൾ ഉൾപ്പെടാനും കമ്പനിക്ക് സാധിച്ചു. ഇൻഡസ്ട്രിയിലെ സാധ്യതകൾ പരിശോധിച്ചാൽ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് സെക്ടർ വളരെ നിർണായകമായ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് പോകുന്നതെന്ന് കാണാം. ഇന്ത്യൻ GDPയുടെ 0.73% ഈ സെക്ടറിലുള്ളത്. 2027ഓടെ 3 ട്രില്യൺ രൂപയുടെ വളർച്ച കൈവരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. മീഡിയ ഇൻഡസ്ട്രിയിൽ അതിവേഗം വളർച്ച കൈവരിക്കുന്ന ഡിജിറ്റൽ മീഡിയയാണ്. നിലവിൽ മൊത്തം ഇൻഡസ്ട്രിയുടെ 32% വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ മീഡിയയിൽ നിന്നാണ്. ടിപ്സ് മ്യൂസിക്കിന് മാറ്റത്തിനൊത്ത് വളരാൻ സാധിച്ചിട്ടുണ്ട്. വിശാലമായ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് മേഖലയിൽ പെയ്ഡ് മ്യൂസിക് സബ്സ്ക്രിപ്ഷനുകൾ ഗണ്യമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. 2023 7 ദശലക്ഷത്തിൽ നിന്ന് 2024 10.5 ദശലക്ഷമായി ഇത് വളർന്നു. ഇതിൽ ഓഡിയോ സബ്സ്ക്രിപ്ഷൻ വരുമാനം ഇരട്ടിയായിട്ടുണ്ട്. 7 ബില്യൺ രൂപയായാണ് രേഖപ്പെടുത്തിയത്. ഡിജിറ്റൽ ലൈസൻസിംഗ് മൊത്തം മ്യൂസിക് സെഗ്മെന്റ് വരുമാനത്തിന്റെ 62% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലേക്ക് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെ സ്ട്രെങ്ത് ആണ് ഉള്ളത് എന്നും എന്തൊക്കെ ചലഞ്ചസുകളാണ് കമ്പനിക്കുള്ളത് എന്നും കൂടി പരിശോധിക്കാം. ശക്തമായ ഫൈനാൻഷ്യൽ പ്രകടനം തന്നെയാണ് ആദ്യത്തെ സ്ട്രെങ്ത്. വിശാലമായ മ്യൂസിക് കണ്ടന്റ് ലൈബ്രറി കമ്പനിക്ക് സ്വന്തമാണ്. ഡിജിറ്റൽ മീഡിയയിലും ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശക്തമായ നേതൃത്വം ഒരു സ്ട്രെങ്ത് ആയി പറയാം. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും നവീകരണവും പ്രയോജനപ്പെടുത്തുന്നതിന് ടിപ്സ് മ്യൂസിക് ലിമിറ്റഡ് ഊന്നൽ നൽകുന്നു. AI അഡോപ്ഷനാണ് ഇതിന് ഉദാഹരണം. എന്നാൽ ഡിജിറ്റൽ ലൈസൻസിങ്ങും റോയൽറ്റിയും കൂടുതൽ ആശ്രയിക്കുന്നത് ഇവരുടെ വീക്ക്നെസ് ആയി പറയാം. കമ്പനിയുടെ മൊത്തം വരുമാനത്തിന്റെ 62% ഡിജിറ്റൽ ലൈസൻസിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രത്യേക സ്ട്രീമിൽ മാത്രം ആശ്രയിക്കുന്നത് ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. 2024 ഗ്ലോബലി സംഗീതത്തിൽ നിന്നുള്ള വരുമാനം 3.1% കുറഞ്ഞിട്ടുണ്ട്. CD, മ്യൂസിക് വീഡിയോ എന്നിവയിൽ നിന്നുള്ള വരുമാനം യഥാക്രമം 6.1%, 15.5% കുറഞ്ഞിട്ടുണ്ട്. ടിപ്സ് മ്യൂസിക്കിന്റെ ബിസിനസ് പ്രധാനമായും ഡിജിറ്റൽ ആണെങ്കിലും ട്രഡീഷണൽ മാർക്കറ്റ് സെഗ്മെന്റിലുള്ള ഈ മാറ്റം വീക്ക്നെസ് ആയി കാണാം. കാരണം ടിപ്സ് ഇൻഡസ്ട്രി ഇതിൽ നിന്നുമാണ് അവരുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. കമ്പനി ഇത്രത്തോളം വലുതാണെങ്കിലും അവരുടെ എംപ്ലോയി ബേസ് വളരെ കുറവാണ്. 59 ജീവനക്കാർ മാത്രമാണ് കമ്പനിക്കുള്ളത്. ഈ ജീവനക്കാരെ വെച്ചുകൊണ്ട് നിലവിലെ ബിസിനസ് കാര്യക്ഷമമായി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇനി കൂടുതൽ എക്സ്പാൻഷനൊക്കെ തുടരുന്ന കമ്പനിക്ക് ഇത് പ്രതിസന്ധിയായേക്കാം. കമ്പനി വായ്പയെ ആശ്രയിക്കുന്നത് കുറവാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിലവിൽ കണ്ടിജന്റ് ലയബിലിറ്റി 231 കോടി രൂപയാണ്. താൽക്കാലിക ആവശ്യത്തിനായാണ് ഇത്തരം കണ്ടിജന്റ് ലയബിലിറ്റീസ് എടുക്കുന്നത്. ഇത് ക്രെഡിറ്റ് റിസ്ക് ഉയർത്തുന്നുണ്ട്. അവസരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ മ്യൂസിക് കൺസംഷൻ കമ്പനിക്കൊരു അവസരമാണ്. ഇന്ന് ഇൻസ്റ്റാ റീൽ, യൂട്യൂബ് ഷോർട്സ് എന്നിവയ്ക്കാണ് കൂടുതൽ പ്രേക്ഷകർ ഉള്ളത്. ഇവിടെ കൂടുതൽ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ കമ്പനി അവസരമൊരുക്കുന്നുണ്ട്. ഇത്തരം എന്റർടൈൻമെന്റ് കമ്പനികൾ പല ഇവന്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. 2024 ലൈവ് ഇവന്റ് സെഗ്മെന്റിൽ നിന്നുള്ള വരുമാനത്തിൽ 15% മുന്നേറ്റമാണ് കമ്പനിക്കുണ്ടായത്. ഓഡിയോ ലോഞ്ച് പോലുള്ള ഇവന്റുകളൊക്കെ ഇന്ന് ഗംഭീരമായി തന്നെ നടത്തുന്ന സാഹചര്യത്തിൽ ഇത്തരം ഇവന്റുകൾ കമ്പനിക്ക് അവസരമാണ്. ഗ്ലോബൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കമ്പനി നടത്തുന്ന പ്രവർത്തനങ്ങൾ കമ്പനിക്ക് നല്ലൊരു അവസരമാണ് നൽകുന്നത്. ഇന്ത്യൻ സംഗീതം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. 2027 ആകുമ്പോഴേക്കും കയറ്റുമതി വരുമാനം 9 ബില്യൺ രൂപയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തര വിപണികളെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിപണികൾ പലപ്പോഴും ഉയർന്ന പെർ സ്ട്രീം റോയൽറ്റി നൽകുന്നുണ്ട്. AI അധിഷ്ഠിതമായ കണ്ടന്റ് ക്രിയേഷനും വിപുലീകരണവും വിവിധ അവസരങ്ങൾ കമ്പനിക്ക് നൽകുന്നു. അവസാനമായി കമ്പനിയുടെ ത്രെഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈറസി തന്നെയാണ് ഇതിലാദ്യം. ഇന്ത്യൻ വിനോദ വ്യവസായത്തിന് പൈറസി ഗണ്യമായ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. പ്രതിവർഷം ഏകദേശം 224 ബില്യൺ രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രീമിംഗ് റോയൽറ്റി റേറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനവും പ്ലാറ്റ്ഫോമുകൾക്കുണ്ടാകുന്ന പ്രതീക്ഷിത നഷ്ടവും ഒരു ത്രെട്ടാണ്. AI യൂസേജിന്റെ അവസരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിനെ ത്രെട്ടായി മാറാനും സാധിക്കും.
കാരണം AI മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതിനാൽ എല്ലാ ഇൻഡസ്ട്രിയിലും നേരിട്ടേക്കാവുന്ന തൊഴിൽ നഷ്ടം, വരുമാനത്തിലെ കുറവ്, പകർപ്പവകാശ ലംഘനം പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷൻ ഒരു ത്രെട്ടാണ്. പാരമ്പര്യത്തെക്കാൾ ഇന്ന് ആളുകൾ കൂടുതൽ പെട്ടെന്ന് ജനശ്രദ്ധ നേടുന്ന കമ്പനികൾക്ക് പ്രാധാന്യം നൽകുന്നത് നമ്മൾ കാണുന്നതാണ്. ഒപ്പം റെഗുലേറ്ററി ഇഷ്യൂസ് ഒരു ത്രെട്ടാണ്. ഡാറ്റ പ്രൈവസി, സൈബർ സെക്യൂരിറ്റി ഒക്കെ ഉറപ്പുവരുത്തേണ്ട മേഖലയാണിത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മേഖലയിലെയും ഇവിടെയുമുള്ള അപ്ഡേറ്റ് ആകുന്ന റെഗുലേറ്ററി ചേഞ്ചസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം വെല്ലുവിളിയാകും. ഓഹരി വിപണിയിൽ 5 വർഷങ്ങൾക്ക് മുൻപ് 15 രൂപ നിരക്കിലുണ്ടായിരുന്ന ഓഹരി ഇന്ന് 650 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. അതായത് ഏകദേശം 4000% റിട്ടേൺ ഈ 5 വർഷ കാലയളവിൽ നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. വാർണർ മ്യൂസിക്കുമായി ചേർന്നുകൊണ്ട് കമ്പനി ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നതിനാൽ തന്നെ കമ്പനിയുടെ ഓഹരിക്ക് ഇനിയും മുന്നേറ്റ സാധ്യത ഉണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 7 അനലിസ്റ്റുകളിൽ 6 അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ ഒരു അനലിസ്റ്റ് ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നു. 8000 കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിക്ക് 800 രൂപ വരെ എത്താൻ സാധിച്ചേക്കുമെന്ന് JM ഫിനാൻഷ്യൽ എന്ന ബ്രോക്കറേജും വിലയിരുത്തുന്നു. ഏതായാലും മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി സോട്ട് ആൻഡ് സോട്ടിൽ വീണ്ടും കാണാം.